നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ നിനക്ക് വേണ്ടത്? വേണ്ടത് ഓരോന്നായി വേണ്ട സമയത്ത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം ബേബി. പക്ഷെ ഇപ്പൊ ഞാൻ വിളിച്ചത് അതിനല്ല. ഒരച്ഛന്റെ എന്റെ കടമ അല്ല, എന്റെ ഉത്തരവാദിത്വം. മനസ്സിലായില്ല. നമ്മുടെ മോക്ക് എന്തോ വയ്യായ്ക ഉണ്ടായെന്നോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നൊക്കെ ഞാൻ കേട്ടു. അമ്മയായി നിന്നെ വിളിച്ചു വേണമല്ലോ വിവരം അന്വേഷിക്കാൻ. എന്റെ മോളുടെ സുഖവിവരം നോക്കാൻ അവളുടെ അച്ഛൻ എടുത്തുണ്ട്. തൽക്കാലം പുറത്തു നിന്നുള്ള ഒരാളുടെ സഹായം ആവശ്യമില്ല. കൂൾ ഡൗൺ ബേബി, കൂൾ ഡൗൺ. ഈ രാത്രിയിൽ ഞാൻ ഈ വിവരം അറിഞ്ഞെങ്കിൽ എന്റെ മോളുടെ കാര്യത്തിൽ ഞാൻ എത്രമാത്രം വിജിലന്റ് ആണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി മേലിൽ നിന്റെ മോൾ എന്നൊരു പദം പറഞ്ഞേക്കരുത്. എനിക്കൊരു ഭർത്താവുണ്ട്, ഡോക്ടർ നിരഞ്ജൻ. അദ്ദേഹമാണ് എന്റെ മോളുടെ അച്ഛൻ. മേലാൽ അവകാശം ഉന്നയിച്ച് വന്നേക്കരുത്. പിന്നെ ഇന്നത്തെ നിന്റെ പെർഫോമൻസ്, ഗോ ഡൗൺ, ഗോ ഇൻ സുന്ദരി, എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുള്ള മറുപടി ഞാൻ തിരിച്ചു വന്നിട്ട് തരാം. ആയിക്കോട്ടെ. എന്താ സ്വാമി, എന്താ പ്രശ്നം? ശ്രുതി മോൾക്കൊരു വയ്യായ്മ. ഇവിടുത്തെ ദേവികക്ക് എന്തോ അപകടം പറ്റിയെന്ന് സ്വപ്നം കണ്ട് ഫിക്സ് പോലെ വന്നു. ദേവികനെ കാണണം ഒരേ നിർബന്ധം. സ്വപ്നം കണ്ടത് മോളോ അതോ മോളുടെ അച്ഛനും? നെറ്റിമോളെ, മോളുടെ അച്ഛൻ ഇവിടെ നിൽക്കണു. അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ വേറെ പറയാം. എന്നിട്ട് മോക്കിപ്പോ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലാ, ട്രിപ്പിട്ട് കിടത്തിയിരിക്കുക. ദേവിക മോളെ ഒന്ന് എന്റെ ഒപ്പം വിട്ടാല്. അതൊന്നും നടക്കത്തില്ല. ഒരു ബന്ധമില്ലാത്ത വീട്ടിൽ കയറി വന്ന് പെണ്ണിനെ രാത്രിയിൽ കൂടെ വിടണമെന്ന് പറയാൻ തനിക്ക് നാണമില്ലേ? മുത്തശ്ശി പറഞ്ഞതാ ശരി. പാതിരാത്രി വണ്ടി വന്ന് അവരെ കൂട്ടിക്കൊണ്ടു പോയാലേ നാളെ നാട്ടുകാർ മറ്റു പലതും പറയും. പണം കെട്ടി നിൽക്കാൻ എനിക്ക് വയ്യ. അതെ, എന്നെ കാണാൻ എന്റെ 2 ഫ്രണ്ട്സ് രാത്രി വന്നപ്പോ ഇവിടെ എന്ത് വലിയ ആഗോള പ്രശ്നമായിരുന്നു. ഇപ്പൊ ആർക്കും മാനാഭിമാനം ഇല്ലേ? നിന്നെ കാണാൻ വന്നതേ ആരാണെന്നും അതിന്റെ ചരിത്രമൊന്നും ഇവിടെ വിളമിട്ട. അതിനുള്ള വേദി താമസിക്കാതെ കിട്ടും. ഇങ്ങനെ തർക്കിച്ചു നിൽക്കാതെ ദേവിക മോളൊന്ന് വിളിക്കും. പെട്ടെന്ന് ഞാൻ തിരിച്ചുകൊണ്ടുവരും. പറ്റില്ലെന്ന് തന്നോടല്ലേടോ ഞാൻ പറഞ്ഞത്. നിന്ന് നേരം കളയാതെ പോവാൻ നോക്ക്. ഒരു ശ്രുതിമോളൊരു സ്വപ്നവും. കൊച്ചിപ്പ ആശുപത്രിയിലല്ലേ, അവൾക്ക് അവര് മരുന്നും കൊടുത്തോളൂ. സ്പർശിച്ച് സുഖപ്പെടുത്താൻ ഇവിടുത്തെ രമ്പയ്ക്ക് ദിവ്യശക്തി ഒന്നും ഇല്ലല്ലോ. മോളെ, ഓ, പള്ളിയുറക്കം കഴിഞ്ഞ് മഹാറാണി വന്നോ? സ്വാമിയേട്ടനോ? ഹംസൻ ദൂതമായി വന്നതാ. എന്താ രാത്രിയില്? അത് മോളെ സുതിമോക്ക് എന്തോ ഒരു വയ്യാഴിക, ഹോസ്പിറ്റലിലാ. മോളെ ഒന്ന് കാണണമെന്ന് കുഞ്ഞിന്. മോൾക്ക് എന്താ പറ്റിയ? പേടിക്കാനൊന്നുമില്ല. മോളൊന്ന് കണ്ടാ തീരുന്ന പ്രശ്നമുള്ളൂ. ഞാനൊന്ന് സ്വാമിയേട്ടനോട് പോയിക്കോട്ടെ. ഇവിടുന്ന് ആരും രാത്രിയിൽ എങ്ങോട്ട് പോകുന്നില്ല. ഒറ്റ രാത്രി കൊണ്ടേ ആ കൊച്ചിനൊന്നും സംഭവിക്കില്ല. ഇതൊക്കെ മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിടാനുള്ള ഓരോ വേലകളല്ലേ. പകൽ വെളിച്ചത്തിലുള്ള പോക്കും ശുശ്രൂഷയൊക്കെ മതി. പ്ലീസ്, സ്വാമി നിരഞ്ജൻ ഡോക്ടറെയൊക്കെ നമുക്കറിയാവുന്നതല്ലേ മനോഹരേട്ട. മോളെ സ്വാമിയുടെ കൂടെ വിട്. ആ കുഞ്ഞിനും
മോളോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ കാണണമെന്ന് പറഞ്ഞത്. ഓ, മരുമോളുടെ അഴിഞ്ഞാട്ടത്തിന് കൊട പിടിക്കുന്ന ഒരു അമ്മായിയമ്മ. ഇവക്കിട്ട് ആദ്യം കൊടുക്കേണ്ടത്. അമ്മ പറഞ്ഞ് ഒരുപാട് കയറി പോണ്ട, നിർത്ത. മോളെ, മോള് സ്വാമിച്ചേട്ടൻ്റെ കൂടെ പോയിട്ട് വാ. അച്ഛാ, അതൊന്നും ശരിയാവില്ല, നാണക്കേടാവും. ആ നാണക്കേടിന്റെ ഭാരവേ ഞാനങ്ങ് ചുമന്നോളാം. അറിയാത്ത പിള്ള ചോരയും പാറിയും. ഓ, ഞാനിപ്പോ ചൊറിഞ്ഞോണ്ടിരിക്കുക, 2 കൈ കൊണ്ട്. എന്തൊക്കെയാ ഞാനിവിടെ വരാൻ മോളെ. വേണ്ട അച്ഛാ, അച്ഛൻ മരുന്ന് കഴിച്ച് കിടന്നല്ലേ, വെറുതെ ഉറക്കം അസുഖം കൂട്ടണ്ട. ഓ, എന്റെ ഒരു സ്നേഹം. നീ ചെല്ലു മോളെ. കിട്ടാ കൊടുക്കേണ്ടത്. അളിയനൊന്നും വേണ്ടേ? ഓ വേണ്ടായേ, ഇത് കണ്ടപ്പോ തന്നെ എന്റെ വയറ് നിറഞ്ഞു. അളിയൻ പെട്ടെന്ന് കഴിക്കും, നമുക്ക് പോവാം. ഈ കോഴിയോടുള്ള ഇഷ്ടം കാരണം എനിക്കൊരു പുതിയ ബിസിനസ് ഐഡിയ തോന്നുക. എന്ത് ഐഡിയ? AFC, അമൃതൻസ് ഫ്രൈഡ് ചിക്കൻ. അളിയൻ എന്റെ കണ്ണ് വെട്ടിച്ച് പോയിട്ട് കള്ളു കുടിച്ചല്ലേ? ഏയ്, ബാറിന്റെ ബോർഡ് കണ്ടപ്പോ ചുമ്മാ ഒന്ന് കയറി നോക്കി. അതൊരു പൗരന്റെ ഉത്തരവാദിത്തമല്ലേ കുഞ്ഞളിയ? അതെ അതെ, ചേച്ചി അറിഞ്ഞാലേ അതോടെ തീരുമാനമാവും ഉത്തമ പൗരന്റെ കാര്യത്തില്. അളിയ, ഞാൻ വീണ്ടും വീണ്ടും പറയുക, അളിയൻ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുത്, അത് അപകടമാ. അളിയ, ഞാൻ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാതിരുന്നാലാണ് പ്രശ്നം. അതെന്താ? കൈ വറയ്ക്കും, സ്റ്റിയറിംഗ് കയ്യിൽ നിൽക്കത്തില്ലെന്ന്. എന്റെ പൊന്നളിയ, അങ്ങനെ വണ്ടി ഓടിച്ച് MVD പിടിക്കും. അതാരാ? അറിയത്തില്ലേ? ഓ, മനസ്സിലായി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അത് EVM. MVD എന്ന് പറഞ്ഞ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ഓ, വഴിയിൽ പതുങ്ങിയിരുന്ന് ചാടി വീഴുന്നവർ. അവരങ്ങനെ നിൽക്കുന്നത് കൊണ്ടാ ഈ നാട്ടിലെ അപകടങ്ങൾ കുറയുന്നത്.